നമുക്കൊന്നൊരു ചേമ്പും തണ്ടും ഓമക്കായും വെച്ചിട്ടൊരു പഴയ കൂട്ടാൻ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെ പഴയ കാലത്തെ കൂട്ടാനാണ്. ഇപ്പം ഇത് ആരും ചെയ്യില്ല. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എന്താണെങ്കിലും നമുക്കിത് കൂട്ടുന്നത് നല്ലതാണെന്നാണ് പറയണത്. അപ്പോൾ ഒരു ചേമ്പും തണ്ട്, ഒരു 3-4 ചേമ്പും തണ്ട് എടുക്കുക, ഒരു ഓമക്കായും. ഇതൊക്കെ കൂടി നമുക്ക് നുറുക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കുക. അതേപോലെ ചേമ്പും തണ്ടും നുറുക്കുക. ഇപ്പോൾ ചേമ്പും തണ്ട് നമുക്ക് നുറുക്കണാട്ടി മുന്നേ കഴുകണം. ഇത് നുറുക്കിയിട്ട് കഴുകിയാൽ നമുക്കിത് വെള്ളം കൂടുതൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കുള്ളൂ. കഴുകിയിട്ട് നമുക്കിത് നുറുക്കി കൊടുക്കുക. ഇതൊക്കെ ചട്ടിയിലിട്ടുണ്ട്. ഓമക്കായും ചേമ്പും തണ്ട് ഇട്ടുണ്ട്. ഇനി 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2.5 സ്പൂണ് മുളകും പൊടി, ഒന്ന് എരിവൊക്കെ വേണം ഈ കറിക്ക്. ഇനി പാകത്തിന് ഉപ്പും കൂടിയിട്ടൊന്ന് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്ക് എത്തുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കറി നമുക്ക് തേങ്ങ അരക്കുക വറക്കുക ഒന്നും ചെയ്യണില്ല. നല്ലൊരു സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത്. ഇതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ കറി ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കുക. നല്ലൊരു ടേസ്റ്റുള്ള കറിയാണിത്. അപ്പോൾ നമ്മളിത് ഇവിടെ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പെട്ടെന്ന് വേവും ചെയ്യും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്കതിലേക്ക് കുറച്ച് പുളി വേണം. അത് നമുക്ക് കുറച്ച് മുന്നേ തന്നെ കുറച്ച് മതി, കൂടുതൽ വേണ്ട. ഒന്ന് വെള്ളത്തിട്ടൊന്ന് കുതിർന്നാൽ നമുക്ക് ഈ ചേമ്പും തണ്ടും ഓമക്കായും വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പുളി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കഷ്ണത്തിലൊക്കെ ഒന്ന് പുളി പിടിക്കുന്നവരെ. പുളി ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ കറിക്ക് രസമുള്ളൂ കിട്ടാൻ. വേറെ ഒന്നും നമുക്ക് തക്കാളി ഉള്ളി ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതേപോലെ മതി. ഇതന്നെയാണ് നമുക്ക് പഴയ കാലത്ത് ഇതേപോലെ ചെയ്തു തരുന്നതെന്നാണ് പറയുന്നത്. ഇപ്പം ഒന്നും ആരും ചെയ്യണില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വേറെ ഒന്നും നമ്മളിതിൽ കൂട്ടണില്ല. നമ്മുടെ ചേമ്പും തണ്ടും ഓമക്കായ കൂടെ വെന്തുണ്ട്. നമ്മൾ പുളി ഒഴിച്ചിട്ട് 2 മിനിറ്റ് തിളപ്പിച്ച് നമുക്ക് ഇനി ഇത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽക്കൊന്ന് വറവിട്ട് കൊടുക്കണം. അതിൽ 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കടുക് ഇടുക, പിന്നെ നമുക്കൊരു 3 വറ്റൽമുളക് അത് മുറിച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കുക, കുറച്ച് വേപ്പിൻ്റെ ഇല ഇതും കൂടി നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊരു ഉണക്കലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി മതി വയറ് നിറച്ച് ചോറിനാൻ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചിലവരൊക്കെ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടൊക്കെ വെക്കും, പല രീതിയിലും വെക്കണവരുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ.